നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളെ വേദനിപ്പിച്ചതൊക്കെ അബദ്ധമായി പോയെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ വിശ്വസിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്തും മറ്റുള്ളവരെ സ്നേഹിച്ചുമൊക്കെ വളരെയധികം വിഡ്ഢിയായി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെയാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് യാതൊരു തരത്തിലും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനാവാത്ത വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം നിൽക്കുന്നത്. ഇവിടെ ഈ വ്യക്തി പലപ്പോഴും ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് സാധ്യമായില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. കൂടെ നിങ്ങളും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ എന്നുള്ള രീതിയിലാണ് മറ്റു പലവരുടെയും ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള തിരിച്ചടികൾ രൂപപ്പെട്ടുകൊണ്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ഈ വ്യക്തി നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ വ്യക്തി നിസ്സഹായനായി പോവുകയാണ്. ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ വ്യക്തിക്ക് എന്തിൻ്റെയായിരുന്നു, അല്ലെങ്കിൽ എന്തിൻ്റെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെതായിരുന്നു ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നല്ല സമയമല്ലെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. ഈ വ്യക്തിക്ക് മോശ സമയത്ത് തോന്നിയിട്ടുള്ള ചില പൊട്ടബുദ്ധികൾ കാരണം ചില എടുത്തുചാട്ടങ്ങളിലൂടെ ചില അബദ്ധങ്ങളിലൊക്കെ പോയി ചാടിയ ഒരു രീതിയാണ് കാണപ്പെടുന്നത്. ഒരു പൊട്ടിത്തെറിക്കുവാൻ ഈ വ്യക്തി ആഗ്രഹിച്ചു പോകുന്നുണ്ട്. വളരെയധികം ദേഷ്യപ്പെടുവാനും മറ്റുള്ളവർക്ക് മുന്നിൽ ദേഷ്യപ്പെടുവാനും ഒക്കെയും ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിച്ചു പോവുകയാണ്. അത് വേറൊന്നും കൊണ്ടായിട്ടല്ല, മാനസികപരമായി സമാധാനം ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയമൊന്നും ശരിയല്ലാത്തത് കൊണ്ടാണ് തൻ്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പേഴ്സൺ നിങ്ങൾക്ക് മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പല രീതിയിലുള്ള സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ പല രീതിയിലുള്ള മോശക്കേടുകൾ കാരണം ഈ വ്യക്തിക്ക് തന്നെ വിനയായി തീരുന്ന രീതിയിലാണ് ചില തിരിച്ചടികൾ വന്നു ചേർന്നിട്ടുള്ളത്. ആ തിരിച്ചടികൾക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് പലപ്പോഴും താങ്ങി നിൽക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. നിങ്ങളെ മാറ്റി നിർത്തുവാനോ വേണ്ട എന്ന് വെക്കാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിക്കുകയുമില്ല. ഇവിടെ ഇതിന്റെ ദോഷവശങ്ങളെക്കുറിച്ച് ഈ വ്യക്തിക്ക് ആദ്യമൊന്നും മനസ്സിലായിരുന്നില്ല എങ്കിൽ പോലും ഈ വ്യക്തി അതിനെക്കുറിച്ച് തിരിച്ചറിയുവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പല രാത്രികളും നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു ആശ്വാസവാക്കിന് വേണ്ടി ഈ വ്യക്തി നോക്കിയിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. പക്ഷെങ്കിൽ പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി ഇപ്പോൾ മറ്റു പലവർക്കും വേണ്ടി നന്നായി അധ്വാനിച്ച് മടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. താൻ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും തനിക്ക് എന്ത് ലഭിച്ചു, താൻ എന്ത് നേടി എന്നുള്ള ചിന്തയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റു പലവർക്കും പ്രാധാന്യം കൊടുത്തും മറ്റു പലവർക്കും വേണ്ടി അധ്വാനിക്കാനും ഒക്കെ പോയിട്ട് തനിക്ക് എന്താണ് നേട്ടം ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പത്തിലാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷമത്തിന്റെ കാലഘട്ടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും നിവർന്നെഴുന്നേറ്റോടുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്.
ഇവിടെ ഇപ്പോൾ മാനസികപരമായിട്ടുള്ള വളരെയധികം ഹീലിംഗിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മാനസികപരമായിട്ടുള്ള ഹീലിംഗ് ലഭിച്ചാൽ മാത്രമാണ് തനിക്ക് സമാധാനം ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശുഭാപ്തി വിശ്വാസമാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ ശുഭാപ്തി വിശ്വാസം തനിക്ക് ഉടലെടുക്കുവാൻ സാധിക്കുമെന്നും തനിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നും ഉള്ള ഒരു ആത്മവിശ്വാസത്തിലൂടെ തിരിച്ചു വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ട് നിൽക്കുന്നത്. തന്റെ ജീവിതത്തിൽ പച്ചപിടിപ്പിക്കാനും നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെയും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിനാൽ ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോലും നമുക്കിവിടെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ പേഴ്സന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും കൊണ്ടുവരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൽ പലതും പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സ് നിങ്ങളില്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഉപേക്ഷിച്ചു പോയ ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി ഒറ്റപ്പെടലിന്റെ വേദന അനുഭവിച്ചു തുടങ്ങിയെങ്കിൽ പോലും മറ്റു പലവരും തന്റെ കൂടെ ഉണ്ടാകുമെന്നും മറ്റു പലരുടെയും സാന്നിധ്യമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നുള്ള തൻ്റെയുടെ ബുദ്ധിയോട് കൂടിയാണ് ഈ പേഴ്സൺ നിലനിന്നിരുന്നത്. അത് പിന്നീട് മണ്ടത്തരമായി പോയി എന്നും അബദ്ധമായി പോയി എന്നും ഈ പേഴ്സൺ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. താൻ വിശ്വസിച്ചിരുന്നതും തന്റെ കൂടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്ന മറ്റു പലവരും തന്റെ കൂടെ ഇപ്പോൾ ഇല്ല എന്നുള്ള സത്യം കൂടെ ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഇത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുമാത്രമല്ല ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ തന്നിഷ്ടം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിച്ചിട്ടുള്ളത്. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് താൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു വാശിയേറിയ സ്വഭാവ രീതിയായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു പല പ്രശ്നങ്ങൾക്കും തിരി തെളിയിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കുവാനോ തിരിച്ചറിയുവാനോ ആ സ്വഭാവത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിയുടെ സ്വഭാവ പ്രകൃതത്തിൽ എല്ലാത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നന്മകൾ കൊണ്ടുവരാനും ഒക്കെ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നന്മകളിലൂടെ മാത്രമേ തിന്മയെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ട് നിൽക്കുന്നത്. ഈ വ്യക്തിക്ക് സമാധാനപരമായിട്ട് ചിന്തിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള പ്രണയബന്ധത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ആ പ്രണയബന്ധത്തെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കണമെന്നും അതിലൂടെ ഒരുപാട് തീരുമാനങ്ങൾ താൻ എടുക്കേണ്ടതായിട്ടുണ്ടെന്നും തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു വായന നിങ്ങൾ കേൾക്കുമ്പോൾ പോലും ഈ വ്യക്തിയിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള ഊർജമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഷ്ടപ്പാടിൽ നിന്നും പല പാഠങ്ങളും പഠിച്ചെടുത്തിട്ടുള്ള ഒരു വളരെ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉടനീളമായി വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാനാകുന്നില്ല. നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്കെല്ലാം തന്നെ മാനസികപരമായി ഈ വ്യക്തി മാപ്പ് പറയാൻ തയ്യാറാണ്. അത് എവിടെ വെച്ചാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളോട് മനസ്സ് തുറന്ന് മാപ്പ് അപേക്ഷിക്കുവാൻ ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് സന്തോഷത്തിന്റെ രാവുകളിലേക്ക് ഈ വ്യക്തിക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മനസാക്ഷി വളരെയധികം ഈ വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തി നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.